ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ റെസിപ്പി ആയിട്ടാണ്, അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണണം, കണ്ടിട്ട് കമൻറ്റ്സ് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അവിയലിന് എങ്ങനെയാണ് അരിയേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ബീൻസ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചേന, ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ, ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം കയപ്പയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങയും ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പച്ചക്കായ ഉണ്ടെങ്കിൽ പച്ചക്കായ എടുത്തുകൊണ്ടു അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ചതയ്ക്കുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാ വെജിറ്റബിൾസും ഈ ഒരു പാനിലേക്ക് ഇടാം. പാനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കേണ്ട. ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് വേവിക്കാം. വെജിറ്റബിൾസ് ഒരു 3/4 ഭാഗം വേവാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 4 കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നന്നായി ചതച്ചെടുക്കണം. അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അധികം വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇത്രയും വെന്തതിന് ശേഷം ഇതിലോട്ട് 2 കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ടാണ് 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തൈര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. ബാക്കി കൂടി പച്ചക്കറികൾ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലക്കാടൊക്കെ ശർക്കര ഇട്ട് കൊടുക്കാറുണ്ട് അവിയലിലോട്ട്. എന്നാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറമാണ്. അവിടെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല. അവിടെ നിന്ന് ശർക്കര ചേർത്ത് കൊടുക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറികൾ വെന്തതിന് ശേഷമാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. തേങ്ങ നന്നായിട്ട് അരഞ്ഞെടുക്കിട്ടരുത് കേട്ടോ. ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കറികളുടെ എല്ലാ ഭാഗത്തേക്കും ഈ അരപ്പൊന്നായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 2 സെക്കൻഡ് 3 സെക്കൻഡോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കറിവേപ്പിൻ്റെ ഇല, അത്യാവശ്യം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു അവിയലിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.